പറയുന്ന ഒരു ഫേസ്ബുക്കില് ഒരു പേജ് തുടങ്ങിയിട്ട് അതിലൂടെ എല്ലാ ദിവസവും പല പല ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ ഇങ്ങനെ ഇടാറുണ്ട്. അങ്ങനെ ഇടുമ്പോൾ അതിലുള്ള കമന്റുകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്ത് പറഞ്ഞാലും അള്ളാഹു ഉണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണേ, എത്ര പറഞ്ഞാലും വേറെ വിവാദമൊന്നും പറയണ്ട. അപ്പൊ വേറെ ഒന്നും പറയാൻ കിട്ടില്ല. ചോദിക്കും അള്ളാഹ് ഉണ്ട് നമുക്ക് അറിഞ്ഞൂടെ, ഇയാൾ പറഞ്ഞാലേ അറിയാവുള്ളൂ, അതാണ് ചോദ്യം. എന്തെങ്കിലും പറയണം. എന്റെ സഹോദരങ്ങളെ, നന്മകൾക്ക് കൂടെ നിൽക്കും. തെറ്റ് കാണുമ്പോ എതിർക്ക്, തെറ്റ് കാണുമ്പോ തെറ്റാണെന്ന് പറയും, നന്മ കാണുമ്പോ നന്മയാണെന്ന് പറയും. ഇല്ലേ? അള്ളാഹു 1000 തെറ്റ് ചെയ്തിട്ട് ഒരു നന്മ ചെയ്താൽ അള്ളാഹു നമ്മൾ എന്ത് ചെയ്യും? ഈ 1000 തെറ്റ് അള്ളാഹ് മാപ്പാക്കും. ഒരു നന്മ കൊണ്ട് 1000 തെറ്റ് അള്ളാഹ് മാപ്പാക്കും. മനുഷ്യരോ നമ്മളോ ഞാനും നിങ്ങളോ 1000 നന്മ ചെയ്ത് ശേഷം കൂട്ടത്തിൽ ഒരു തെറ്റ് ചെയ്താൽ ഈ 1000 നന്മ അങ്ങ് മറക്കും. അതാണ് അള്ളാഹു നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹു നമുക്ക് നന്നാകാനുള്ള ഭാഗ്യം തരട്ടെ. ഒരു പുതിയ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നതൊന്നുമല്ല, വലിയ പാടാ പ്രസംഗിക്കാൻ, വലിയ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ പറയാൻ. അള്ളാഹു ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ, പാവപ്പെട്ടവന് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയണം, മനുഷ്യത്വം നമുക്ക് കാണിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പടച്ചോ നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാം, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഗുണകരമായത് ചെയ്യാൻ നമുക്ക് കഴിയണം. എന്തെങ്കിലും പച്ചക്കരളുള്ള മനുഷ്യർക്ക്, പച്ചക്കരളുള്ള ജീവികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയണം. നിങ്ങളെ നിസ്സാരമായി തള്ളുന്ന ഒരു കാര്യം ഞാൻ പറയാം. നരകത്തിലെ ഹബീബായ നബിതങ്ങൾ മേറാജിന്റെ യാത്രയിൽ കണ്ടു. നരകത്തിൽ കണ്ടു, സ്ത്രീകളെ കണ്ടു എന്നൊക്കെ പറഞ്ഞ നാളെ ചാനൽ ഇതായിരിക്കും, പെണ്ണുങ്ങളെ നരകത്തിൽ പോകുള്ളൂ എന്ന് ചോദിച്ചിട്ട്. ഞങ്ങളുടെ ഹബീബ് പറഞ്ഞതിനപ്പുറം ഇനി ചാനലുകാരെ പേടിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, ഒരു വിഭാഗം സ്ത്രീകളെ ഞാൻ കണ്ടു. ആ സ്ത്രീകളുടെ ശിക്ഷ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, പൂച്ചയുണ്ടല്ലോ, ആ പൂച്ച അവരുടെ മുഖം, അവരുടെ ശരീരമാസകലം മാന്തി പറിക്കുന്നു. ഈ ഒരു ശിക്ഷ ഞാൻ കണ്ടു മേറാജിന്റെ യാത്രയിൽ. എന്താ കാര്യം? ഈ പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുത്തില്ല. മുസ്ലിമിന് കൊടുക്കാത്തല്ല, മുസ്ലിയാരിക്ക് കൊടുക്കാത്തല്ല, തങ്ങൾക്ക് കൊടുക്കാത്തല്ല, മനുഷ്യന് കൊടുക്കാത്തല്ല, മൃഗങ്ങൾക്ക് കൊടുക്കാത്തത്, അല്ലെ? പൂച്ചയ്ക്ക് കൊടുക്കാത്തത്. കെട്ടിയിട്ട് അതിന് ശാപ്പാട് കൊടുത്തില്ല. അതിന്റെ പേരിൽ ആ പെണ്ണ് നരകത്തിലായി. ഈ പെണ്ണ് ആരായിരുന്നു? സ്വാലിഹത്തായി. ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു. ഈ ഒരു തെറ്റിന്റെ പേരിൽ നരകത്തിൽ പോയി. അതേസമയം നാട്ടിലെ ഏറ്റവും വലിയ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന പെണ്ണ്, അഭിസാരിക, ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണ്, അവള് മദീനയുടെ പ്രാന്തപ്രദേശത്തൂടെ നടന്നു വരുമ്പോഴാണ് ഒരു നായ കിണറിന്റെ 4 ഭാഗത്ത് വട്ടമിട്ട് നടക്കുകയാണ്. നായ തൊട്ട 7 വെള്ളം കഴുകണം, 1 വെള്ളം മണ്ണ് കൊണ്ട് കഴുകണം. ആ നായ ആ കിണറിന്റെ 4 ഭാഗത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വട്ടമിട്ട് നടക്കുന്ന. മനസ്സിലായി, ദാഹം കൊണ്ടാണ്. അവള് ധരിച്ചിരുന്ന അവളുടെ തട്ടത്തിനെ വലിച്ചു കീറിയിട്ട് കയറാക്കി. അവളുടെ ഷൂസ്, അവളുടെ ചെരുപ്പ് അവൾ ഒരു ബക്കറ്റാക്കി. എന്നിട്ട് നേരെ ഇറക്കി കിണറിൽ കുറച്ച് വെള്ളം കോരിയിട്ട് നായയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. ഈ വേശ്യ പെണ്ണ് സ്വർഗത്തിലായി. മറ്റേ സുജൂദി കിടന്ന് കരഞ്ഞ പെണ്ണോ പൂച്ച കെട്ടിയിട്ട് വെള്ളം കൊടുക്കാതിരുന്നപ്പോ നരകത്തിലും പോയി. മനുഷ്യന് രാപ്പാട് കൊടുക്കാത്ത കാര്യം അവിടെ കിടക്കട്ടെ. അതുകൊണ്ട് ഏത് കാര്യമാണെങ്കിലും സഹോദരങ്ങളെ, ഒരു സ്ഥലത്ത് സക്കാത്തിന്, അതാ ഞാൻ പറഞ്ഞ മാറിപ്പോയി, സക്കാത്തിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഞാൻ പാവങ്ങൾക്ക് എന്തിനു കൊടുക്കണം? എടാ, എനിക്ക് പൈസ നല്ലല്ലേ, അവന് കൊടുക്കാത്ത അല്ലല്ലേ, അവന് കൊടുക്കണമെന്ന് അല്ലാഹ് അറിയാലോ. എന്നിട്ട് അല്ലാഹ് അവന് കൊടുത്തോ? ഇല്ല. പിന്നെ എന്തിനു ഞാൻ കൊടുക്കണം? എന്തൊരു ചോദ്യമാണ്. എനിക്ക് തന്നതും അല്ല, അവന് കൊടുക്കാത്തതും അല്ല. എനിക്ക് തരണമെന്ന് അല്ലാഹ്ക്കറിയാം, അവനും കൊടുക്കണമെന്ന് അല്ലാഹ്ക്കറിയാം. എന്നിട്ട് എനിക്ക് മാത്രം തന്ന അവൻ അല്ല കൊടുത്തില്ല, പിന്നെ അവൻ എന്തിനു ഞാൻ കൊടുക്കണമെന്നാ ചിലർ ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനാണ് അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾക്ക് തന്നത് അല്ലാഹുവാണ്, അത് അങ്ങോട്ട് കൊടുത്തേക്ക്. എല്ലാം കൂടെ കൊടുത്തിട്ട് നിങ്ങളും മക്കളും കൂടെ തെണ്ടാൻ നടക്കണമെന്നല്ല. സഅദ് റളിയല്ലാഹു തആല അൻഹു അവസാനിപ്പിക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കൊരു മകളെ ഉള്ളു നബിയേ. പിന്നീട് ഈ
പറയുന്ന സമയത്താണ് ഒരു മോള്, അതിനുശേഷം വേറെ മക്കളുണ്ടായെന്ന് ചരിത്രം പറയുന്നുണ്ട്. എനിക്കാണെങ്കിലോ ധാരാളം സ്വത്തുണ്ടല്ലോ നബിയെ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് എന്റെ സ്വത്തിലും 2/3 ഞാൻ അങ്ങ് ദാനധർമ്മം ചെയ്യട്ടെ. നബി തങ്ങൾ പറഞ്ഞു, വേണ്ട സൈഡ്, എന്ന പകുതി ചെയ്യട്ടെ നബിയെ. വേണ്ട സൈഡ്, എന്നാലും 1/3 മാത്രം ഞാൻ ചെയ്തോട്ടെ. എന്നാ ആയിക്കോട്ടെ സൈഡ്. ശേഷം നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നിന്റെ ഭാര്യയും നിന്റെ പൊന്നാര മക്കളും ആളുകളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്ന അവസ്ഥയിൽ നീ മരിക്കുന്നതിനേക്കാ നല്ലത് അവരും നന്നായിട്ട് നിന്റെ സ്വത്തിന്റെ ബാക്കി കൊണ്ട് അനന്തരം കൊണ്ട് അവര് സുഭിക്ഷതയിൽ കഴിയലാണ് സൈദേ നല്ലത്. എല്ലാ പള്ളിക്ക് കൊടുക്കണമെന്നല്ല, എല്ലാ ബൈത്തുൽ മാലിന് കൊടുക്കണമെന്നല്ല, എല്ലാ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നിന്റെ മക്കളെയും പിടിച്ചുകൊണ്ട് നാളെ ബസ് സ്റ്റാൻഡുകളിൽ യാചിക്കണമെന്നല്ല പറയുന്നത്. ഒരിക്കലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ എന്റെ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് നമ്മൾ കൊടുക്കണേ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം നൽകിയതിൽ നിന്ന് ചെലവ് ചെയ്യുന്നവരാണ്. എത്രയായി? 3 കാര്യം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യമായിട്ട് പറഞ്ഞത് വായിക്കുക എന്നല്ല. അല്ലാഹ് ആകെ കുഴഞ്ഞല്ല, മൊത്തത്തിൽ പ്രസംഗം കുഴഞ്ഞെന്നാ പറയുന്നത്. അതിനിടയിൽ ഇനിയിപ്പോ ഇതും കൂടെ ഒരു ആശയ വ്യത്യാസമായി എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ നോക്കേണ്ട സഹോദരങ്ങളെ, നിങ്ങൾ വായിക്കണമെന്നല്ല ഖുർആൻ ആദ്യം പറഞ്ഞത്, മറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്ത് വായിക്കണമെന്നാണ്. എന്ത് വായിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാതെ എന്തും വായിക്കാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ പറഞ്ഞത്. നമ്മൾ ആരും അങ്ങനെ കരുതണ്ട. നിങ്ങൾ നോക്ക്, പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് 4.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ജബലുന്നൂറിന്റെ ഹിറാ ഗുഹയിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രം എത്തിച്ചേരുന്ന പരിശുദ്ധമായ ജബലുന്നൂറിന്റെ ഹിറാ ഗുഹയുടെ ഉള്ളറകളിൽ പ്രവാചകനെ ധ്യാന നിമഗ്നനായിരിക്കുമ്പോ ആദരവായ പ്രവാചകന് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കേൾപ്പിച്ചു കൊടുത്ത ദിവ്യ സന്ദേശം, ദൈവിക സന്ദേശം എന്താണ്? ഒരിക്കലും നിങ്ങൾ വായിക്കണം നബിയെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ സഹോദരങ്ങളെ, ഏതും വായിക്കാമെന്ന ചിന്തയിൽ നമുക്ക് എത്താൻ കഴിയുമായിരുന്നു. പക്ഷെ അള്ളാഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ആദ്യത്തെ പ്രഖ്യാപനം വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു തആല അവതരിപ്പിച്ചത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹ് പറയുകയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക, നബിയെ അങ്ങയുടെ നാഥന്റെ നാമത്തിൽ വായിക്കണമെന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ബിസ്മി ചൊല്ലിയിട്ട് വായിക്കാൻ പറ്റുന്നതേ വായിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാലും വെറും ഒരു വായനയെ പറ്റിയിട്ടില്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാലോ അവന് വിളയും, വായിക്കാതെ വളർന്നാലോ അവന് വളഞ്ഞു പോകുമെന്ന് പറഞ്ഞതുപോലുള്ള വായനയല്ല, എന്തും വായിക്കാമെന്നുള്ള സൂചനയല്ല ഖുർആൻ പറഞ്ഞത്. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? ഇഖ്റ ബിസ്മി റബ്ബിക, അങ്ങയുടെ നാഥന്റെ നാമത്തിൽ വായിക്കണം നബിയെ എന്ന് പറയുമ്പോ ഒരു ധാർമ്മിക വായനയെ പറ്റിയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. സഹോദരങ്ങളെ, ധാർമ്മിക വായന എന്ന് പറയുമ്പോ ഏതൊരു വായന നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുമ്പോഴോ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ വായന ആരംഭിക്കുന്നത് ബിസ്മി ചൊല്ലിയിട്ടാണോ? ബിസ്മി ചൊല്ലിയിട്ട് വായിക്കാൻ കഴിയുമോ എങ്കിൽ അത് മാത്രമേ വായിക്കാൻ പാടുള്ളൂ. ബിസ്മി ചൊല്ലിയിട്ട് കുടിക്കാൻ പാടുള്ളത് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കാൻ പറ്റുന്നത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ബിസ്മി ചൊല്ലിയിട്ട് കേൾക്കാൻ പറ്റുന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ബിസ്മി ചൊല്ലിയിട്ട് എവിടെ പോകാ ആ ഭാഗങ്ങളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ബിസ്മി ചൊല്ലിയിട്ട് തൊടാൻ പറ്റുന്നത് മാത്രമേ തൊടാൻ പാടുള്ളൂ. അതാണ് വിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഖുർആനിന്റെയും ഇഖ്റയിന്റെയും സന്ദേശം അതാണെങ്കിൽ ഭാവിയുടെ വരദാനങ്ങൾ എന്ന് പറഞ്ഞൊരു നോട്ടീസിൽ പേര് വെക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്
ഭാര്യമാരോട്, എന്റെ ഉമ്മമാരോട്, ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനാണ് നമ്മുടെ മാർഗദർശി. അള്ളാന്റെ ഖുർആനാണ് നമ്മുടെ ഇമാമ്. അള്ളാന്റെ ഖുർആനാണ് നമുക്ക് ദിശാബോധം നൽകേണ്ടത്. ആ ഖുർആൻ നമ്മളോട് പറഞ്ഞത് എന്ത് തിന്നണമെന്നാണ്, എന്ത് കുടിക്കണമെന്നാണ്, എന്ത് ചെയ്യണമെന്നാണ്, എവിടേക്ക് പോകണമെന്നാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ബിസ്മി ചൊല്ലിയിട്ട് ആരംഭിക്കുന്നത് മാത്രമേ പാടുള്ളൂവെന്നാ. ബിസ്മി ചൊല്ലിയിട്ട് ആരംഭിക്കുന്നത് മാത്രമേ പാടുള്ളൂ എന്നാണ് സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുമ്പോ, സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കേണ്ടത്, ലോകത്തിന്റെ തന്നെ കാറ്റലോഗായ, പ്രപഞ്ചത്തിന്റെ തന്നെ കാറ്റലോഗായ പരിശുദ്ധമായ ഖുർആനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നമസ്കാരത്തെ മാത്രം പറ്റി പറയുന്നതല്ല, നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിന്റെയും ഉംറയുടെയും വിഷയങ്ങളെ മാത്രം പറയുന്നതല്ല, എങ്ങനെയാണ് മാതാപിതാക്കളോട് ഇടപെടേണ്ടതെന്ന് മാത്രം പറയുന്നതല്ല. സഹോദരങ്ങളെ, ജീവനുള്ള വസ്തുക്കളുടെയും ജീവനില്ലാത്ത വസ്തുക്കളുടെയും അചേതന സചേതന വസ്തുക്കളുടെ എല്ലാ ഗതിവിഗതികളെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആന. ആ പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്, ഏ മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ ചലനത്തെ പറ്റി മാത്രമല്ല മോനെ, ആകാശഭൂമികളുടെ സംവിധായകനായ പടച്ചതമ്പുരാൻ ആകാശഭൂമികളുടെ ചലനങ്ങളെ പറ്റിയിട്ട് പ്രതിപാദിക്കുകയാ. സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളെ പറ്റിയിട്ട് അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ഗാലക്സി താരാപഥങ്ങളെ പറ്റിയിട്ട് അല്ലാഹു പരിചയപ്പെടുത്തുകയാ. അലറി വിളിക്കുന്ന സാഗരങ്ങളെ പറ്റിയിട്ട്, മാമലകളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതെന്താണ് സഹോദരങ്ങളെ? ഒരു ചെറിയ മൊബൈൽ വാങ്ങിയാൽ പോലും, ഒരു ചെറിയ ടോർച്ച് വാങ്ങിയാൽ പോലും അതിനൊരു കാറ്റലോഗ് കിട്ടാറുണ്ട്. ആ കാറ്റലോഗ് വെച്ച് നോക്കിയിട്ടാണ് കൃത്യമായി നമ്മളതിനെ ചാർജ് കൊടുക്കുക. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്, എത്ര മണിക്കൂറാണ് ചാർജിലിടേണ്ടതെന്ന് പോലും 1500 രൂപയുടെ മൊബൈൽ പോലും നമ്മൾ സൂക്ഷിക്കുന്നവരാണെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പഠിപ്പിക്കുന്നത്, ലോകത്തോട് പ്രചരിപ്പിക്കുന്നത് എന്തെന്നറിയോ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പറയുന്നത് ഒരു മുസൽമാന്റെ ജീവിതത്തെ പറ്റി മാത്രമാണെന്ന് ധരിച്ചു പോകരുത്. അള്ളാന്റെ ഖുർആൻ ലോകത്തോട് പറയുന്നത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ, ആ ഖുർആൻ സഹോദരങ്ങളെ എന്നാണോ നമ്മൾ കൈയൊഴിഞ്ഞത്, ആ ഖുർആൻ എന്നാണോ നമ്മൾ കൈവിട്ടത്, ആ കാലം മുതലാണ് അള്ളാന്റെ പരീക്ഷണം നമുക്ക് ഉണ്ടായത്. കഅബാലയത്തിന്റെ തകർച്ച നമുക്കറിയുമല്ലോ. എന്തുകൊണ്ടാണ് കഅബാലയത്തിന്റെ തകർച്ച നടക്കുന്ന സമയത്ത് അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ആനപ്പട വന്നപ്പോ, ആനപ്പടയാണ് വന്നത്. നമുക്കറിയുമല്ലോ, കരയിലെ ഏറ്റവും വലിയ ജീവി ആനയാണ്. അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ, എന്നും അങ്ങനെ തന്നെയാ. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ഈ ആനപ്പടയുമായിട്ടാണ് അബറകത്ത് വന്നത്. അള്ളാന്റെ കഅബാലയത്തെ തകർക്കാൻ വേണ്ടി വന്നപ്പോ സഹോദരങ്ങളെ, ആ സമയത്ത് നമുക്കറിയുമല്ലോ അബ്ദുൽ മുത്തലിബ് എന്താ പറഞ്ഞത്? കഅബാലയത്തിന്റെ അല്ലാഹുവിനോടാണ് ദുആ ചെയ്തത്. കഅബാലയത്തിന്റെ സംരക്ഷകനായ പടച്ചവനോടാണ് പ്രാർത്ഥിച്ചത്. കഅബാലയത്തിന്റെ സംരക്ഷകൻ അല്ലാഹുവാണ്. അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയപ്പോ ഓടി ചെന്നിട്ട് അബ്ദുൽ മുത്തലിബ് ചോദിച്ചത്, എന്റെ ഒട്ടകങ്ങളെ തരുമോ എന്നാണ്. ആ സമയത്ത് അബറകത്ത് ചോദിച്ചത്, നിനക്ക് ഒട്ടകം മാത്രം മതിയോ? ഞങ്ങൾ കഅബാലയത്തെ തകർക്കാൻ വേണ്ടിയിട്ട് വന്നവരാണെന്ന് പറഞ്ഞപ്പോ എന്താണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതെന്നറിയോ? കഅബാലയത്തിന്റെ സംരക്ഷകൻ അല്ലാഹുവാണ്, കഅബാലയത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്, ഈ ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനുമാണ്. ഞാൻ എന്റെ ഉടമസ്ഥതയിലുള്ളതല്ലേ ചോദിക്കേണ്ടത്? കഅബാലയത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്, പടച്ചവനെ കഅബാലയത്തെ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്തത് പടച്ചവനോടാ, അല്ലാഹുവേ നീ സംരക്ഷിക്കണം നിന്റെ ദേവാലയത്തെ, നിന്റെ ദേവാലയത്തെ നീ സംരക്ഷിക്കണമെന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹുവിന്റെ ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയ പക്ഷികളെ കൊണ്ട്, അബാബീലെ പക്ഷികൾ എന്ന് പറയുന്ന പൈഞ്ഞാക്കിളികളെ കൊണ്ട്, കുരുവിക്കൂട്ടങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ജീവിയായ ആനപ്പടയെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞില്ലേ? സഹോദരങ്ങളെ, അല്ലാഹുവിനെ വിട്ട് ഞാനും നിങ്ങളെ സഞ്ചരിക്കാൻ തുടങ്ങുകയാ. അല്ലാഹുവിൽ നിന്ന് ദൂരത്തായി എന്റെയും നിങ്ങളുടെയും ജീവിതം മാറിപ്പോകുമ്പോ ഈ ദിവസം എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്,
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത് നീ എന്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പെങ്ങളെ. എന്താണ് കഴിക്കേണ്ടത്? ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കാൻ പറ്റുന്നത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പാവപ്പെട്ടവന്റെ ചോരയിലും നീരിലും കെട്ടിപ്പടുത്തിയ സിംഹാസനമുണ്ടല്ലോ, വലിയ പലിശപ്പണം കൊണ്ട് നീ ഉണ്ടാക്കിയ രമ്യകർമ്മങ്ങളുണ്ടല്ലോ, നിന്റെ ടേബിളിൽ നിന്റെ തീമേശയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും രുചികരമായ നിറക്കൂട്ടുകളുള്ള വർണ്ണക്കൂട്ടുകളുള്ള ഭക്ഷണമുണ്ടല്ലോ, അത് പലിശയിൽ നീ സമ്പാദിച്ചതാണ്, പലിശയിൽ ഉണ്ടാക്കിയതാണെങ്കിൽ എടുത്ത് കഴിക്കുമ്പോ എങ്ങനാണ് ചെറുപ്പക്കാരാ ബിസ്മി ചൊല്ലാൻ കഴിയുക? കള്ള് കുടിക്കുന്നവൻ എങ്ങനാണ് ബിസ്മി ചൊല്ലിയിട്ട് കള്ള് കുടിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് കഴിക്കണം എന്ത് കുടിക്കണമെന്ന് പറയുമ്പോ അല്ലാഹ് പറയുകയാണ് ബിസ്മി ചൊല്ലിയിട്ട് കുടിക്കാൻ പറ്റുന്നതേ കുടിക്കാൻ പാടുള്ളൂ. ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കാൻ പറ്റുന്നത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതൊരു വായന അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ഉദാഹരണമായി പറഞ്ഞു എന്നതിനപ്പുറം വായിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ബിസ്മി ചൊല്ലിയിട്ട് വായിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് കളയാം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ധാർമ്മികത നാളെ ഇവിടെ വരദാനങ്ങളായി. സംഘാടകരെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. യുവാക്കളാണോ? അത് കാര്യായി. യുവാക്കൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ യുവാക്കളും ആരെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളായാലും യുവതികളായാലും പ്രായമുള്ളവരായാലും പ്രായം കുറഞ്ഞവരാണെങ്കിലും ആരാണെങ്കിലും അവർക്കൊരു ധാർമ്മികതയുണ്ട്, നമുക്കൊരു ധാർമ്മികതയുണ്ട്. ധാർമ്മികതയിൽ നിന്ന് ഒരു സെന്റിമീറ്റർ നമ്മളൊന്ന് വ്യതിചലിച്ചാൽ അള്ളാഹു പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കില്ല. ഇവിടെ തന്നെ അള്ളാഹു താല പാഠം പഠിപ്പിക്കും, ഇവിടെ തന്നെ അള്ളാഹു പരീക്ഷിക്കും, ഇവിടെ തന്നെ അള്ളാഹു താല, നമ്മൾ പറയുമല്ലോ പണി പശുവും പാല് കിട്ടിയെന്ന്, അത് സംഭവിക്കും. എന്തുകൊണ്ടാണ്? ധാർമ്മികതയിൽ നിന്നൊരു വിശ്വാസിക്ക് മാറി സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കും, ഒരൊറ്റ നിമിഷം. ഈ ധാർമ്മികമായി രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, മലപ്പുറം ജില്ലയാണ്, പെരിന്തൽമണ്ണ, അതുപോലെ തന്നെ കരിങ്കല്ലത്താണി, അതുപോലെ എന്താണ് നമ്മുടെ നാട്ടുകൽ, ഇവിടെ ഒരു മക്കാമുള്ളത് അല്ലേ, എന്തേ തെയ്യോട്ടിച്ചിറ, ആ ഭാഗത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. പെരിന്തൽമണ്ണയും പൂവത്താണിയും അതുപോലെ തന്നെ മുറിയങ്കണ്ണിയും, അവിടെയൊക്കെ ഞാൻ ശരിക്ക് ഒരുപാട് പ്രാവശ്യം പ്രസംഗത്തിന് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ പറയുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിക്കണം. സന്തോഷത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ പുറത്ത് ഹൈവേയുടെ അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ പോകുന്നവരും നടക്കുന്നവരും ഇരിക്കുന്നവരൊക്കെ നിന്ന് വണ്ടി നിർത്തിയിട്ട് വഴല് കേട്ടോണ്ടിരിക്കും. അപ്പൊ അവിടെ നമുക്ക് നന്നായിട്ട് ആ വിഷയങ്ങൾ ഇരിക്കുന്നവർക്ക് മനസ്സിലാവൂല, അല്പം കേട്ടിട്ട് പോണവർക്ക് മനസ്സിലാവൂല. സത്യത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പ്രസംഗിക്കാനാണ് മനസ്സിനൊരു റാഹത്ത്. കാരണം എന്തെന്നറിയോ? ഇരിക്കുന്നവര് പോകൂല, പിന്നീട് ആരും വന്ന് കയറിയില്ല. നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പകുതി കഴിഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്, എന്തായി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂല. പകുതി കേട്ടിട്ട് എഴുന്നേറ്റ് പോകുന്ന ആളുകളുണ്ട്, അവർക്കും നാളെ കമ്പോളത്തിലും കടകളിലും പോയാൽ ഇന്നലെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്താന്ന് മനസ്സിലായില്ല, അവസാനമായിരിക്കും അതിന്റെ ബാക്കി വരുന്നത്. അപ്പൊ അതൊന്നും ഇല്ലാതെ ഇതുപോലുള്ള ഒരു ചെറിയ ഒരു ഉൾപ്രദേശത്തുള്ള പരിപാടി വളരെ സന്തോഷമാണ് പ്രസംഗിക്കാൻ. എനിക്ക് ഇങ്ങനെയുള്ള സദസ്സിൽ പ്രസംഗിക്കാനാണ് എനിക്ക് സന്തോഷം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സന്തോഷം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കുക, അല്ലാഹു ആദ്യമായി പറഞ്ഞത് വായന എങ്ങനെയാകണമെന്നാണ് എന്ന് പറഞ്ഞാൽ അത് വായനൊരു ഉദാഹരണം. തിന്നുന്നതും കുടിക്കുന്നതും നടക്കുന്നതും പിടിക്കുന്നതും ചിന്തിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ അത് ബിസ്മി ചൊല്ലി അഥവാ ധാർമ്മികമായിട്ടുള്ളതാകണം എന്ന് ഖുർആൻ പറഞ്ഞുവെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ആദ്യമായിട്ട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ അവന്റെ നാമം ഏതെന്നറിയോ? ഏത് നാമമാണ്? അറിയുന്നവരുണ്ടാവും, പറയാൻ പഠിച്ചിട്ടാണ്. അറിയാത്തവരാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതൊന്നും അറിയാതെയാണോ വയല് വേണ്ടെന്ന് പറയുന്നത്? ഇതൊന്നും അറിയാതെയാണോ വയല് വേണ്ടെന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ നാമങ്ങളിൽ അള്ളാഹു ആദ്യമായി പറഞ്ഞ നാമമേതെന്നറിയോ? 99 നാമങ്ങളിൽ ഒരു നാമം പോലും അള്ളാഹു ആദ്യം പറഞ്ഞില്ല.
ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹു ആദ്യമായി പറഞ്ഞത് റബ്ബ് എന്ന വാക്കാ. റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമറിയുമോ സഹോദരങ്ങളെ? പടിപടിയായി ഒരു മനുഷ്യന് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ആവശ്യാനുസരണം ആവശ്യത്തിനനുസരിച്ച് കൊടുത്തവനെ സമ്പൂർണമായി കൊണ്ടുവരുന്നവനെന്ന. പ്രസവിക്കപ്പെടുന്ന ഒരു കുഞ്ഞിനെ എടുത്ത് ബൈക്കിന്റെ പുറത്തിരുത്തിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് അതിന് ഫസ്റ്റ് ഗിയർ ഇട്ടുകൊണ്ട് ഓടിക്കാൻ പറഞ്ഞാൽ ഗർഭസ്ഥ ശിശു ഓടിക്കൂല. പ്രസവിച്ച ചോരയുടെ നിറം മാറാത്ത, ഗർഭാശയത്തിന്റെ നനവ് വിട്ടുമാറാത്ത, കാലിന്റെ ഇളച്ചുവപ്പ് വിട്ടുമാറാത്ത ഒരു പൈതലിന് കാർ ഓടിക്കാൻ കഴിയില്ല. അതിന് ടൂ വീലർ ഓടിക്കാൻ കഴിയില്ല. അത് വളർന്ന് ഒന്നാകിട്ട് വളർന്ന് വലുതായി അതിന് നല്ല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഗ്രാഹ്യം വന്ന് അതിനുശേഷം മാത്രമാണ് അത് വാഹനം ഓടിക്കുക. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. റബ്ബെന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം സമ്പൂർണമായി ഒരു മനുഷ്യന് കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് അവസാനം ഏറ്റവും വലിയ സമ്പൂർണതയിൽ എത്തിക്കുന്നവനെന്നാണ് അള്ളാഹുവിന്റെ റബ്ബി എന്ന വാക്കിന്റെ അർത്ഥമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, അള്ളാഹു ആദ്യമായിട്ട് പറഞ്ഞ വാക്കതാണ് റബ്ബെന്ന വാക്കാ. അല്ല എന്ന വാക്കല്ല, റഹ്മാൻ എന്ന വാക്കല്ല, റഹീം എന്ന വാക്കല്ല. മലിക്കെന്നോ ഖുദ്ദൂസെന്നോ സലാമെന്നോ മുഅ്മിനെന്നോ മുഹൈമിനെന്നോ അസീസെന്നോ ജബ്ബാറെന്നോ ഒന്നും അല്ലാഹു പറഞ്ഞില്ല. അവന്റെ 99 നാമങ്ങളിൽ അല്ലാഹു ആദ്യമായി പറഞ്ഞ നാമം ഏതാണ്? റബ്ബ് എന്ന നാമമാണ്. നമ്മൾ വിളിക്കുമല്ല പടച്ച റബ്ബേ. റബ്ബെന്ന് പറഞ്ഞാ ദീർഘമായി ഒരു വലിയ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു ആശയമുള്ള ഒരു വാക്കാണ് റബ്ബെന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, അല്ലാഹു ആവശ്യാനുസരണം ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള തോതിലല്ല കൊടുക്കുമെന്നാണ്. എന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തങ്ങ് അല്ലാഹു സമ്പൂർണതയിൽ കൊണ്ടെത്തിക്കുമെന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഈ നാമം എന്തിനാണ് ആദ്യം പറഞ്ഞതെന്നറിയോ? പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു ആദ്യമായിട്ട് അവന്റെ ഈ നാമം പറഞ്ഞതെങ്കിൽ എന്തിനാണ് ഈ നാമം അല്ലാഹു പറഞ്ഞതെന്നറിയോ സഹോദരങ്ങളെ? ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ അല്ലാഹു തആല പടിപടിയായി മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്റെ ഈ പ്രദേശത്ത് ഒരുമിച്ച് കൂടിയ പുത്തൂർ സെന്ററിൽ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. പറയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മസ്തിഷ്കത്തിലൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ആത്മപരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആദ്യത്തെ അധ്യായം ഏതാ? വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ അധ്യായം ഏതാണ്? ഇരിക്കുന്ന എല്ലാവർക്കും അറിയുമല്ലോ. ഖുർആൻ ശരീഫ് എടുത്ത് കയ്യിലോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പുറം ചട്ടയൊന്ന് മറിക്കുമ്പോ ആദ്യം കാണുന്ന അധ്യായം ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയല്ലേ? സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രാരംഭ അധ്യായമാണ്. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ പ്രാരംഭ അധ്യായം എന്നാണ്. ഏതൊരു പുസ്തകത്തിനും അതിനൊരു ആമുഖമുണ്ടാകും. ഏതൊരു പുസ്തകത്തിനും ഒരു ആമുഖമുണ്ടാകും. 250 പേജുള്ള ഒരു ബുക്ക് നിങ്ങൾ എടുക്കുവോ, അതിന്റെ ആദ്യത്തെ പേജ് ആമുഖം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ആമുഖം എന്ന ഒറ്റ പേജ് നിങ്ങൾ വായിച്ചാൽ 250 പേജിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഈ ഒറ്റ പേജിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, ഈ 250, 350, 100 പേജുകളുള്ള ബുക്കുകളുടെ ആമുഖ പേജാകുന്ന ഒരൊറ്റ പേജിലൂടെ ഈ പേജുകളുടെ ഉള്ളറകളിലുള്ള സർവ്വതും നിങ്ങൾക്ക് തിരിച്ചറിയാം. അത് വായിക്കുമ്പോ ഇതിനകത്ത് എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അത് തന്നെയാണ് ഫാത്തിഹ. ഫാത്തിഹ ഒരാള് ബിസ്മി മുതൽ ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ എന്ന ഭാഗം വരെ ഒന്ന് പഠിക്കേണ്ട രീതിയിൽ പഠിച്ച പുത്തൂർ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിനകത്ത് പരാമർശിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളെ പറ്റിയും അല്ലാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ഓർമ്മപ്പെടുത്തലെന്നോണം ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണേ, ഉറങ്ങാതെ ഒന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ 6660 ചില്ലുവാനും വരുന്ന ആയത്തുകളിൽ 114 അധ്യായങ്ങൾ
ആയത്തുകളുടെ ഉള്ളടക്കമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു തആല പറഞ്ഞതെന്താണ്? ഖുർആനിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹു ഫാത്തിഹയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാനൊന്ന് പറഞ്ഞു തരാം, വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ വിഷയം വിശാലമാണ്, സമയം കുറവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുമ്പോ നമ്മൾ ഓടുന്നത് അവിടെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവേ ആരാണെന്ന് ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അല്ലാഹ് ആരാണെന്ന് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബിസ്മിയുടെ അർത്ഥം നമുക്കറിയോ സഹോദരങ്ങളെ? ആർക്കാണ് ബിസ്മിയുടെ അർത്ഥം അറിയുക? ആരാണ് ബിസ്മിയെ പറ്റി ഒന്ന് പഠിച്ചിട്ടുള്ളത്? ലോകത്തുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളുടെയും ഏടുകളുടെയും പടച്ചവന്റെ കലാമുകളുടെയും സംജ്ഞയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ലോകത്ത് വന്നിട്ടുള്ള സബൂർ, ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ട സബൂർ, ഈസാ നബിക്ക് ഇറക്കപ്പെട്ട ഇൻജീൽ, മൂസാ നബിക്ക് ഇറക്കപ്പെട്ട തൗറാത്ത്, മുഴുവൻ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട ഏടുകൾ, ഇതെല്ലാത്തിന്റെയും ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു സത്തയാണ് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിനകത്തുള്ള മുഴുവനും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയത് ഫാത്തിഹയിലാണ്. ഈ ഫാത്തിഹയിലുള്ളതെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ട ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഏത് കാര്യം തുടങ്ങുമ്പോൾ നീ ബിസ്മി ചൊല്ലിയിട്ട് ആരംഭിക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും ഓതിയിട്ട് ആരംഭിക്കുന്നതിന് തുല്യമല്ലേ? തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ, തന്റെ പ്രിയപ്പെട്ടവരുടെ ചാരത്ത് ചെല്ലുമ്പോ, തന്റെ ഭാര്യയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോ, അവന് ശാരീരിക ബന്ധത്തിന്റെ ഊഷ്മളതയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവനെ ബിസ്മി ചൊല്ലിയിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ, ബിസ്മി ചൊല്ലിയിട്ടാണ് ആ ഭാര്യയെ തൊടുന്നതെങ്കിൽ, അല്ലാഹു അതിലുണ്ടാകുന്ന സന്താനങ്ങളെ ഏറ്റവും നല്ല സന്മാർഗികളായി മാറ്റുമെന്നല്ലേ? അതല്ല, ബിസ്മി ചൊല്ലാതെയാണ് തന്റെ ഭാര്യയെ തൊട്ടതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? ഇൻദവ ശൈത്താനു അലാ യഹ്ലീലിഹി. അവനോടൊപ്പം അവന്റെ ഭാര്യയെ ശാരീരികമായി വേൽക്കുന്നത്, അവന്റെ ഭാര്യയെ ശാരീരികമായി ബന്ധപ്പെടുന്നത് ശൈത്താനും കൂടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്, ജാഗ്രതയോടെ കേൾക്കണേ സഹോദരങ്ങളെ. മക്കൾ എന്താണ് പിഴച്ചു പോകുന്നത്? എന്തേ നാളെ ഇവിടെ വരദാനങ്ങൾ പിഴച്ചു പോകുന്നത്? നാളത്തെ മക്കൾ എന്തേ പിഴച്ചു പോകുന്നത്? ഇന്നത്തെ സമുദായത്തിന്റെ മക്കളെന്താ പിഴച്ചു പോകുന്നത്? അതാണ് ഞാൻ ആദ്യമായി ഓതിയ ഒരു ഹദീസ് ഉണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ലോകാവസാനമായ ഒരു പട്ടിക്കുട്ടിയെ വളർത്തലാണ് സ്വന്തം മകനെ വളർത്തുന്നതിനേക്കാൾ ഖൈറെന്ന് പഠിപ്പിച്ചതാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏതോ നിന്റെ മോനെ വളർത്തുന്നതിനേക്കാ, അവനെ ചെല്ലും ചെലവും വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നതിനേക്കാ, നായക്കുട്ടിയെ ഏതെങ്കിലും തെരുവിൽ നിന്നെടുത്ത് വളർത്തുന്നതാണ് അഭികാമ്യമെന്ന് പഠിപ്പിച്ചത്. എന്തുകൊണ്ടാ? ഈ മകനെ വളർന്നു വന്നാലും മുതിർന്നവനോട് ബഹുമാനമില്ല, പിഞ്ചു കുഞ്ഞുങ്ങളോട് കരുണയില്ല, മുതിർന്നവരോട് ബഹുമാനമില്ല, പ്രായത്തിൽ കുറഞ്ഞവരോട് കാരുണ്യമില്ല. ആ ഒരു കാരണം കൊണ്ടാണ് നിന്റെ മക്കളെ വളർത്തുന്നതിനേക്കാൾ പട്ടിക്കുട്ടിയെ വളർത്തണമെന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ ചിന്തിക്കണേ, പട്ടിക്കുട്ടിയെടുത്ത് വളർത്താനുള്ള പ്രേരണയില്ല. തന്റെ മകനെ വളർത്തുമ്പോ, തന്റെ മകളെ വളർത്തുമ്പോ, തന്റെ പ്രിയപ്പെട്ട മക്കളെ വളർത്തിയെടുക്കുമ്പോ നന്നായിട്ട് വളർത്തണമെന്ന പ്രവാചകന്റെ അധ്യാപനത്തിന്റെ ഏറ്റവും വലിയ അർത്ഥതലമാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെട്ടതെങ്കിൽ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ അനുസരണയില്ലാത്തവരാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ സഹോദരങ്ങളെ. ബിസ്മി എന്ന് പറഞ്ഞാൽ അല്ലാഹു ആരാണ് എന്ന് പരാമർശിക്കുന്ന ആയത്താണ്. പടച്ചവൻ ആരാണെന്ന് പറയുന്നതാണ് ബിസ്മി എന്ന ആയത്തിലൂടെ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ആയത്തേതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ആയത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എന്തെന്നറിയോ? മുഴുവൻ ലോകങ്ങളെ പറ്റിയുമല്ല പരിചയപ്പെടുത്തുകയാ. 5 ലോകങ്ങളാണ് അല്ലാഹു പടച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ലോകം ആത്മാക്കൾ മാത്രമുള്ള ആലമുൽ അർവാഹാണ്. അത് കഴിഞ്ഞിട്ട് ആലമുൽ അർഹാം എന്ന ഉമ്മാന്റെ ഗർഭാശയ ലോകമാണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലോകമാണ് ആലമുൽ അജ്സായി, ദുനിയാവിന്റെ ലോകം. അത് കഴിഞ്ഞാൽ ആലമുൽ ബർസഖി, ഖബറിന്റെ ലോകമാണ്. അത് കഴിഞ്ഞാൽ ആലമുൽ
ദാരുൽ ആഖിറ. അചിന്തനീയമായ, അവാച്യമായ, അവർണ്ണനീയമായ അല്ലാഹുവിന്റെ പരലോകമെന്ന ലോകത്തിനെ അല്ലാഹു അഞ്ചാമതായി പടച്ചത്. ഈ ലോകങ്ങൾ മുഴുവനും അല്ലാഹു പരാമർശിക്കുന്നത് ഈ ഒരൊറ്റ ചെറിയ ആയത്തിലൂടെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, അത് കഴിഞ്ഞാൽ അല്ലാഹു തൊട്ടടുത്ത ആയത്തിലൂടെ പരിചയപ്പെടുത്തിയതെന്നറിയോ? അർറഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹ്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നറിയോ? ലോകത്ത് രണ്ടു തരം പൗരന്മാരുണ്ടെന്നുള്ള പരിചയപ്പെടുത്തുകയാ. അവനെ വഴിപ്പെടുന്നവരുണ്ട്, അവനെ വഴിപ്പെടാതെ നന്ദികേട് കാണിക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് നന്ദി കാണിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഏറ്റവും വലിയ നന്ദികേടിന്റെ രൂപങ്ങളായ ആളുകളുമുണ്ട്. അത് പരിചയപ്പെടുത്താൻ അല്ലാഹ് പറഞ്ഞതാണ് അർ-റഹ്മാനിർ റഹീം. അത് കഴിഞ്ഞാൽ പരലോകത്തെ പറ്റി പറയുകയാണ്. മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത് പരലോകത്തെ പറ്റിയാണ്. അത് കഴിഞ്ഞാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലൂടെ മനുഷ്യൻ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണമെന്നതിനെ പറ്റി സൂചിപ്പിക്കുകയാ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവിന്റെ ഭൂമിയിൽ പടച്ചതമ്പുരാനെ അനുസരിക്കുന്ന വിഐപികളുണ്ട് എന്ന ഹിദായത്ത് ലഭിച്ച ആളുകളുണ്ടെന്ന സൂചനയാണ്. അത് കഴിഞ്ഞുള്ള ആയത്തുകൾ മുഴുവൻ ചരിത്രങ്ങളാണ് പറയുന്നത്. നമ്മുടെ വിഷയമതല്ല. അത് വിശാലമായി പറയാനുള്ള സമയവും നമുക്കില്ല. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നത് ഖുർആനിന്റെ ആദ്യത്തെ അധ്യായ സൂറത്തുൽ ഫാത്തിഹയാണ്. ആ ഫാത്തിഹ ഏതൊരു പുസ്തകത്തിന്റെയും ആമുഖ പേജ് പോലെ അല്ലാഹു ഖുർആനിനകത്തുള്ള ഉള്ളടക്കത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഫാത്തിഹ മാറ്റിയതാ. അത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആനിലെ ആദ്യത്തെ അധ്യായത്തിന്റെ പേരേതാ? ഫാത്തിഹ മാറ്റി വെക്കി. ഫാത്തിഹയിൽ അല്ലാഹു തആല ഖുർആനകത്തുള്ള സർവ്വതിനെ സംബന്ധിച്ചും അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞാലുള്ള ആ അധ്യായത്തിന്റെ പേരെന്താ? ഞാൻ പറയുന്നത് റബ്ബാണ് പടച്ചവൻ. അല്ലാഹു റബ്ബാണ്. നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകരുത്. ആലിമീങ്ങളെ കണ്ടും ദീനീ ബോധവും മതബോധവും ഖുർആനുമായിട്ടുള്ള സാദാത്യങ്ങളുമായിട്ടുള്ള ബന്ധവുമുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ എളുപ്പമാണ്. അവർക്ക് സൂചന മതിയാകും. അൽ ആഖിലു തക്ഫീഹി അൽ ഇശാറത്തു. ബുദ്ധിമാന് സൂചന മാത്രം മതിയാകും. അതുകൊണ്ട് ഈ മലപ്പുറം ജില്ലകളിലൊക്കെ പ്രസംഗിക്കാൻ വളരെ സുഖമാണ്. കാരണം കാര്യം നമ്മൾ അങ്ങ് പറഞ്ഞു പോയാൽ മതി. അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ നല്ല മെമ്മറി ഉള്ളവരാണ്. നിങ്ങളെ സുഖിപ്പിക്കുന്നൊന്നുമില്ല, നിങ്ങളെതൊന്നും കിട്ടാൻ വേണ്ടി സുഖിപ്പിക്കുന്നൊന്നുമല്ല. അങ്ങനെയാണ് മലപ്പുറം ജില്ല. അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ അധ്യായത്തിന്റെ പേരേതാ? ഫാത്തിഹ കഴിഞ്ഞാൽ ബക്കറ. ബക്കറ എന്ന് പറഞ്ഞ അർത്ഥം പശു. പശു മൃഗമല്ലേ? മൃഗം. ഏറ്റവും അവസാനത്തെ അധ്യായത്തിന്റെ പേരെന്താ? നാസ്. അർത്ഥം മനുഷ്യൻ. ഇപ്പൊ മനസ്സിലായ? റബ്ബ് അല്ലാഹു ആണെന്ന്. അല്ലാഹു എന്തുകൊണ്ട് റബ്ബെന്ന അവന്റെ പേരിനെ ഖുർആനിന്റെ ആദ്യം പറഞ്ഞെന്ന് മനസ്സിലായോ? റബ്ബെന്ന് പറഞ്ഞാൽ പടിപടിയായി, സ്റ്റെപ്പായി, ആവശ്യാനുസരണം അല്ലാഹു തആല കാര്യങ്ങളെ കൊണ്ടുവന്ന് അവൻ ഏറ്റവും സമ്പൂർണ്ണനാക്കി മാറ്റുന്നവനെന്നാണ് റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം.